ജിനിൻ ജോൺ നേരത്തെ ജിജി കുറച്ചു കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ CP ജോൺ നടത്തിയിരിക്കുന്ന ചർച്ച, കുടുംബങ്ങളുമായി നടത്തുന്ന ചർച്ച, അതിനുശേഷം ഇപ്പോൾ വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളുമായി ചേർന്ന് നടത്താനിരിക്കുന്ന തിരച്ചിൽ എന്നുള്ള പ്രഖ്യാപനം, എങ്ങനെയാണ് അതിനെ കാണുന്നത്? തിരച്ചിലിന് പോകുന്നില്ല എന്ന പരാതിയല്ലല്ലോ, തിരച്ചിൽ നടക്കുന്നു, പക്ഷേ അത് കാര്യക്ഷമമല്ല എന്നാണല്ലോ നിങ്ങൾ ഉയർത്തുന്ന പരാതി. ജിനിൻ, എനിക്കിവിടെ പറയാനുള്ളത്, അതായത് ഈ തിരച്ചിൽ എന്തുകൊണ്ട് നേരത്തെ നടത്തുന്നില്ല? അതായത് തുടക്കം മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു തിരച്ചിലിന് വേണ്ടി തയ്യാറാകുന്നു എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് ഈ തിരച്ചിൽ നിങ്ങൾ ആദ്യമേ നടത്തുന്നില്ല? ഞാനിവിടെ സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടിയിട്ടല്ല. അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. എൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ മത്സ്യം പിടിക്കുന്ന ഈ സമുദായത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഏത് സർക്കാർ വന്നാലും ഞങ്ങൾ കാലാകാലമായി അനുഭവിക്കുന്ന ഒരു നിഗ്ലജൻസ് ആണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിവിടെ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഹാർബറിൻ്റെ ഉദ്ദേശം എന്താണ്? ഹാർബറിൻ്റെ ഉദ്ദേശം സുഗമമായി മത്സ്യം പിടിക്കുക എന്നുള്ളതാണ്. ഈ സുഗമമായി മത്സ്യം പിടിക്കേണ്ട ഹാർബറിൽ, മുതലപ്പൊഴി ഹാർബറിൽ ഇപ്പോൾ മരണം 80-ലേറെ ആയിരിക്കുകയാണ്. അതായത് അതിൻ്റെ കൺസ്ട്രക്ഷൻസ് ശരിയല്ല. ഒരു പാലം തെറ്റായ രീതിയിൽ പണികഴിപ്പിച്ച് അവിടെ മരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ആരെടുക്കും? അതിൻ്റെ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എടുക്കും. പക്ഷേ ഈ മുതലപ്പൊഴി കൺസ്ട്രക്ട് ചെയ്ത ഇത് സയൻറ്റിഫിക്കലി കറക്റ്റ് ആണോ? ആദ്യമേ തന്നെ അതൊരു വലിയ വീഴ്ചയായിരുന്നു. ഒരു പൊഴിയെ കൃത്രിമമായി നമ്മൾ കടലിൽ കൊണ്ടുപോയി ചേർക്കുകയാണ്. അത് ആ പൊഴി കടലിൽ ചേരുന്നതല്ല, കൃത്രിമമായി നമ്മൾ കടലിൽ കൊണ്ടുപോയി ചേർക്കുകയാണ്. രണ്ടും എതിർദിശയിലൂടെ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു വലിയ ഫ്രിക്ഷൻ ഉണ്ടാവുകയാണ്. ഈ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ ഒരു വലിയ കുഴി ഉണ്ടാകുന്നു. ഈ കുഴിയിലൂടെ കപ്പൽ കടന്നു ചെല്ലുമ്പോൾ വീണ്ടും വരുന്ന തിരക്ക് അത് കമരും. ഇത് പിന്നീട് തെറ്റാണെന്ന് മനസ്സിലാക്കി പിന്നീട് അതിൻ്റെ കൺസ്ട്രക്ഷൻ മാറ്റി, എന്നിട്ട് അതിൻ്റെ മൗത്ത് മറ്റേ സൈഡാക്കി. ഇനിയും അവിടെ മരണം നടക്കുകയാണ്. വിച്ച് മീൻസ് അവിടെ സയൻറ്റിഫിക്കലി എന്തോ ഇററുണ്ട്. നിങ്ങളുടെ സയൻറ്റിഫിക് മൂല്യങ്ങൾ മാത്രം നിങ്ങൾ വില കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇൻഡിജിനസ് സയൻസിന് നിങ്ങൾ വില കൊടുക്കുന്നില്ല? കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ അറിവും കൂടെ ചോദിച്ചുകൊണ്ട് നിങ്ങളൊരു കൺസ്ട്രക്ഷന് വിധേയമാകുന്നില്ല. നമുക്ക് പരീക്ഷണം ചെയ്ത് നോക്കേണ്ടതാണോ മനുഷ്യജീവനുകൾ? ഇപ്പോൾ 80-ലേറെ മരണങ്ങൾ മുതലപ്പൊഴിയിൽ നടന്നിരിക്കുന്നു. ഇനി പറയാനുള്ളത്, 2017 ഓക്കി വന്ന് ഇനി ഇത്ര വർഷം കഴിഞ്ഞ് ഇന്ന് 2026 എന്ത് SOP ആണ് നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്? എന്ത് SOP ആണ് നമ്മുടെ തീരത്തെ അല്ല കടലിലെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്? ഇതുവരെ അങ്ങനെ ഒരു SOP ഇല്ല. ഇതാണോ നമ്മൾ മുൻകരുതൽ എടുക്കുന്നത്? ഇത് ഒരു സർക്കാരിനെ ഞാൻ പറയുന്നില്ല, ഇത് കോസ്റ്റൽ കമ്മ്യൂണിറ്റി നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത്. ഞങ്ങളുടെ ജീവന് വിലയില്ലേ? ഞങ്ങളുടെ ജീവന് വില ഉണ്ടായിരുന്നെങ്കിൽ അവനെ കരുതുന്ന ആൾക്കാർ വേണ്ടേ? അവനെ കരുതുന്നവർ അവന് വേണ്ടിയിട്ടുള്ള സുരക്ഷകൾ നേരത്തെ തന്നെ മുൻകൂട്ടി ദീർഘവീക്ഷണത്തോടെ മുൻകൂട്ടി ചെയ്യണ്ടേ? കടലിൽ പണിക്ക് പോകുമ്പോൾ വീട്ടിൽ അമ്മമാരും കുഞ്ഞുങ്ങളും ഭയന്ന് വിറച്ചാണ് ഇരിക്കുന്നത്. നാളെ അപ്പൻ തിരിച്ചു വരുമോ എന്നൊരു എണ്ണലോടെ. എന്തുകൊണ്ട് ഇന്ന് വരെ ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ പ്രാബല്യത്തിൽ വരുന്നില്ല? അങ്ങനെ 2-വേ കമ്മ്യൂണിക്കേഷൻ, കടലിലുള്ളവർക്കും കരയിലുള്ളവർക്കും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെയുള്ളവർക്ക് ഈ അപകടത്തിന് മുന്നറിയിപ്പ് നൽകാൻ പറ്റുമായിരുന്നല്ലോ. നിങ്ങൾ പറയും റെഡ് അലേർട്ട് തരുന്നുണ്ടല്ലോ, അത് തരുന്നുണ്ടല്ലോ എന്ന്. ഇന്നലെ 40 കിലോമീറ്ററിലധികം കാറ്റ് വീശുമെന്ന് പറഞ്ഞു. ഇന്നലെ എത്ര മീറ്ററിലാണ് കാറ്റ് വീശിയത്? ഇങ്ങനെ കൃത്യമില്ലാത്ത വെതർ ഫോർകാസ്റ്റിംഗ് ഡീറ്റെയിൽസ് നിങ്ങൾ തരുമ്പോൾ മത്സ്യത്തൊഴിലാളി അവന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി കടലിൽ ഇറങ്ങുക തന്നെ ചെയ്യും. അങ്ങനെ കടലിൽ ഇറങ്ങുമ്പോൾ അവന് കിട്ടുന്ന ആ തുച്ഛമായ ആ ഒരു ഇത് ചിലപ്പോൾ അവനൊന്നും കിട്ടില്ലായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും. പക്ഷെ ആരുടെയും മുന്നിൽ കൈനീട്ടുന്നില്ല അവൻ. ഈവൻ ഫിഷറീസ് ഓഫീസിൽ പോലും ഞങ്ങൾ നേരിടുന്ന അവഗണനയുണ്ട്. ഫിഷറീസ് ഓഫീസിൽ മത്സ്യബെട്ടിൽ പോകുമ്പോൾ മഞ്ഞത്തുണ്ടെടുക്കാൻ വേണ്ടി തുടർച്ചയായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും റേഷൻ കാർഡിൻ്റെ കോപ്പിയും പാസ്ബുക്കിൻ്റെ കോപ്പിയും തുടർച്ചയായി ആവർത്തിനെ കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. അവിടെ പോലും ഒരു ഓൺലൈൻ സംവിധാനം പോലും ഇല്ല. ഇന്ന് 2026 ജീവിക്കുന്നു. ഒരു തീരദേശം മുഴുവൻ ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് ISRO പോലുള്ള വലിയൊരു സംഭാവന അവിടെ ഇരിക്കുന്നത്. പക്ഷേ ആ തീരത്തിന്
എന്ത് സംഭാവനയാണ് ടെക്നോളജി ഇങ്ങോട്ട് തന്നത്? ഞങ്ങളുടെ ജീവന് വിലയില്ലേ? അത് തന്നെയാണ് എനിക്ക് ആവർത്തിച്ച് ചോദിക്കാനുള്ളത്. ഉറപ്പായിട്ടും കോസ്റ്റൽ ഏരിയയിലുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു അവരുടെ ഇൻഡിജിനസ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു കൂടിയാലോചന നടത്തി കൃത്യമായ ഒരു നിർമ്മാണം മാത്രമേ കടലിൽ നടത്താവൂ. നിങ്ങളുടെ ഇഷ്ടത്തിനല്ല നടത്തേണ്ടത്. ഉറപ്പായിട്ടും മുതലപ്പൊഴിയിൽ മരണപ്പെട്ട ഓരോ ജീവനും അതിൻ്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരം പറയണം. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ജോണിന്റെ മകൻ ജിനിൻ ജോൺ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.